ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 42-43 വാക്യങ്ങൾ. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായി 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികമിട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒരിക്കൽ അമേരിക്കയിലെ ഒരു ഹാളിൽ ഒരു മജീഷ്യൻ തൻ്റെ മാജിക്ക് പ്രകടിപ്പിക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹം തൻ്റെ തൊപ്പിയെടുത്ത് എല്ലാവരും കാണുക അതിൽ നിന്ന് $1 എടുത്തു. എന്നിട്ട് ചോദിച്ചു, ഈ $1 ആർക്ക് വേണം? ആവശ്യക്കാർ ആരും ഉണ്ടായില്ല. വീണ്ടും അയാൾ ചോദിച്ചു, ആർക്കും വേണ്ടേ? അപ്പോൾ 60-ലധികം വയസ്സ് വരുന്ന ധനവും ആരോഗ്യമുള്ള ഒരു സ്ത്രീ പിന്നിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് വേണം. മജീഷ്യൻ ചോദിച്ചു, അല്ല മാഡം, താങ്കൾക്ക് എന്തിനാണ് ഈ $1? ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ലഭിച്ച ഓരോ ഡോളറും നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു വെച്ചാണ് ഞാൻ ഇന്നത്തെ നിലയിൽ എത്തിയത്. ആരും അതിന് പ്രതികരിച്ചില്ല. എന്നാൽ നിസ്സാരമെന്ന് തോന്നുന്നതിന് വില കൊടുക്കുന്നവർക്കാണ് പ്രാധാന്യമുള്ളതിനും വില കൊടുക്കുവാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ് മജീഷ്യൻ അവരെ അഭിനന്ദിച്ചു. നിസ്സാരം എന്ന് തോന്നുന്നവയെ അവഗണിക്കുന്നവരാണ് ഈ ലോകത്തിലുള്ള മിക്കവരും. മജീഷ്യൻ ഒരു $100 ആയിരുന്നു നൽകിയതെങ്കിൽ പലരും അത് ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ കേവലം $1 എന്തിനാണെന്നാണ് മിക്കവരുടെയും ഭാവം. നിസ്സാരമായി നാം കരുതുന്നവയെല്ലാം നിസ്സാരമല്ലെന്ന് നാം ഓർക്കേണ്ടതാണ്. പല തുള്ളി പെരുവെള്ളം എന്ന് നാം പറയാറുണ്ട്. പല തുള്ളികൾ ചേർന്നെങ്കിലേ മഹാസമുദ്രം ഉളവാകും. ഒന്നില്ലെങ്കിൽ 9 ഉണ്ടാവില്ല. നിസ്സാരമായ $1 പോലെ 1000 എണ്ണം ചേരുമ്പോൾ അതൊരു വൻ തുകയാവും. ഇത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയാണ്. ഒരു ചെറു തെറ്റ് സാരമില്ലെന്ന് കരുതുന്നവരാണ് മിക്കവരും. പക്ഷേ ആ ഒരു ചെറിയ തെറ്റ് മതി ജീവിതത്തെ ആകമാനം തകർക്കുവാൻ. അതിനാൽ ആ തെറ്റിനെയും അതുപോലെയുള്ള നിസ്സാരമായ മറ്റു തെറ്റുകളെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. അല്ലായെങ്കിൽ ജീവിതം ആകെ തകർന്നു പോകും. ചെറിയ ഒരു ദുശീലം അത് സാരമില്ലെന്ന് കരുതുന്നവർ വലിയ ദുശീലങ്ങൾക്ക് വിധേയരായി പോകും. ചെറുതുകളെ അവഗണിക്കുന്നവർ വലിയവയെയും അവഗണിക്കുവാൻ നിർബന്ധിതരാകും. മറ്റുള്ളവരിലെ ചെറിയ നന്മകളെ കാണുവാൻ കഴിയാത്തവർ തിന്മകൾ മാത്രം കാണുന്നവരാകും. നന്മകൾ എത്ര ചെറുതായിരുന്നാലും അത് ശ്രേഷ്ഠമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് കഴിയണം. ഈ ലോകത്തിൽ എല്ലാറ്റിൻ്റെയും ആരംഭം വളരെ ചെറുതായ അവസ്ഥയിൽ നിന്നാണ്. ഒരു ചെറിയ വിത്തിൽ നിന്നാണ് വൻ മരങ്ങൾ ഉളവാകുന്നത്. അനേകായിരം കോശങ്ങളുള്ള മനുഷ്യ ശരീരം അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന ഒരു കോശത്തിൽ നിന്നാണ് വർദ്ധിച്ച് വലുതാവുന്നത്. ആകയാൽ ചെറുതുകളെ അവഗണിക്കാതെ വലിയവ എന്നതുപോലെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും നമുക്കും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതാണ് ജീവിത വിജയത്തിൻ്റെ മാർഗം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൽ അവിടുന്ന് ചെയ്യുന്ന ചെറിയ നന്മകൾ പോലും നിസ്സാരമെന്ന് കാണാതെ ശ്രേഷ്ഠമെന്ന് എണ്ണുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവിയിലൂടെ ഞങ്ങളെയും സഹായിക്കണമേ. ജീവിതത്തെ ഗൗരവമായി കാണുവാൻ തക്കവണ്ണം ആവശ്യമായ ദൈവകൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.